വെറും 5 മിനിറ്റ് സമയം മതി കേട്ടോ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ. ആവിയിലാണ് കേട്ടോ അത് വേവിച്ചെടുത്തിട്ടുള്ളത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല. ഇതിനായിട്ട് ഞാൻ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി ഇത് തൊലി കളഞ്ഞ് ചെറുതായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത്യാവശ്യം വലുപ്പത്തിലുള്ള നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് പഴുത്തിട്ടുണ്ട് കേട്ടോ. ഒരു നോർമൽ പഴുത്ത നേന്ത്രപ്പഴം എടുത്താലും മതി. ഇനി ഇത് നമുക്കൊന്ന് വാട്ടിയെടുക്കണം. ചൂടാക്കിയ പാനിലേക്ക് ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് നന്നായിട്ട് തന്നെ ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വറുത്തെടുത്ത് കോരിയെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ബാക്കിയുള്ള നെയ്യിലേക്ക് നമ്മൾ ചിരകിയെടുത്ത ഒരു കപ്പ് തേങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ഒന്ന് വാട്ടിയെടുക്കാം. കളറ് മാറി വരുന്നത് വരെ വാട്ടിയെടുക്കൊന്നും വേണ്ട. ഇതിലുള്ള വെള്ളത്തിൻ്റെ അംശം വറ്റി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലിട്ട് കോരി മാറ്റാം. അപ്പോൾ ഇതാ ഞാനിതിലോട്ട് ഒരു സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത നേന്ത്രപ്പഴം നെയ്യിലിട്ടൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് തന്നെ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇതിലോട്ട് നമ്മൾ ഒരു 1/4 കപ്പ് സേമിയയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാം. ചെറുതായിട്ട് തന്നെ ഒന്ന് കളറ് മാറി വരുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലോട്ട് 1 കപ്പ് പാൽ ഒഴിച്ചെടുക്കാം. ഇനി 2 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടെ ഇതിലോട്ട് ഇട്ടെടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളപ്പിച്ച് സേമിയയും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലുള്ള പാലൊക്കെ വറ്റി വരുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ സേമിയനൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. പാലൊക്കെ നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാറി വരട്ടെ. ഇനി ഒരു പാത്രത്തിലോട്ട് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് കലക്കിയെടുക്കാം. ഇനി നമുക്കിതിലോട്ട് 2 ടേബിൾ സ്പൂണ് മിൽക്ക് മെയ്ഡ് ഒഴിച്ചെടുക്കാം. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ അതിന് പകരം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ ആവശ്യത്തിനുള്ള ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വറുത്തെടുത്ത ചിരകിയ തേങ്ങയും കൂടെ അതിലോട്ട് ഇട്ടെടുക്കാം. വാട്ടിയെടുത്ത പഴത്തിൻ്റെ കൂട്ട് ചേർത്തെടുക്കാം. ഇനി കശുവണ്ടിയും കൂടെ ചേർത്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ കുറുക്കി വേവിച്ചെടുത്ത സേമിയനും കൂടെ ഇതിലോട്ട് ഇട്ടെടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ ചൂടാറി വന്നതിന് ശേഷം ചേർത്തെടുത്താൽ മതി. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കൊരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തെടുക്കാം. അപ്പോൾ ഇത് അത്ര ലൂസായിട്ട് വേണ്ട കേട്ടോ. ഇതുപോലെ കുറച്ച് ലൂസിൽ മതി. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇഡ്ഡലി ചെമ്പിലാട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് കുറച്ച് ഓയിലോ നെയ്യോ എന്തെങ്കിലും ഒന്ന് ബ്രഷ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതിലോട്ട് മാവ് ഒഴിച്ചെടുക്കാം. ഇതുപോലെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഓരോ കശുവണ്ടി വെച്ചെടുക്കാം. അപ്പോൾ ഇതിലോട്ട് ഞാൻ ചേർത്തി കൊടുത്തപ്പോൾ കുറച്ചെടുത്ത് വെച്ചതായിരുന്നു കേട്ടോ.
ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇഡ്ഡലി ചെമ്പിൽ നന്നായിട്ട് തന്നെ വെള്ളം ചൂടായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചെടുക്കാം. വെച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഒരു 5 മിനിറ്റ് സമയം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് 5 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിതുപോലെ കൈയൊന്ന് വെച്ചെടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആ ഒരു പരുവത്തിലാണെങ്കിൽ ഇത് കുക്കായി വന്നിട്ടുണ്ടാവും. 5 മിനിറ്റ് പോലും വേണ്ട കേട്ടോ അത് റെഡിയായി വരാൻ. നന്നായിട്ട് തന്നെ ചൂടാറി വന്ന ശേഷം നമുക്ക് ഇതിൽ നിന്നും ഓരോന്നായിട്ട് എടുത്ത് മാറ്റാം. സ്കൂൾ വിട്ട് വരുന്ന സമയത്തേക്കൊക്കെ ഇത് കുട്ടികൾക്കൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്തുകൊണ്ട്. അപ്പോൾ അത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും തയ്യാറാക്കി നോക്കി, എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല. അപ്പോൾ മറ്റൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.